2025 അവസാന മുഹൂർത്തത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ വർഷത്തെ പ്രധാന സംഭവങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ. 2025 ആരംഭത്തിൽ ലോകത്തെ നടുക്കിയ പ്രഥമ ദുരന്തം കാലിഫോർണിയയിലെ കത്തിയമരുന്ന കാടുകളായിരുന്നു. ആഗോളതലത്തിൽ വിനാശത്തിന്റെ അഗ്നിനാളങ്ങൾ പടർത്തിക്കൊണ്ടാണ് ഈ വർഷം അതിന്റെ വരവറിയിച്ചത്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് തിരിച്ചെത്തിയതും ഇന്തോനേഷ്യ ഔദ്യോഗികമായി ബ്രിക്സിൽ അംഗമായതും ദക്ഷിണാഫ്രിക്കയിലെ G20 ഉച്ചകോടിയും ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരോ ഇഷിബയുടെ രാജിയുമാണ് ആഗോള ശ്രദ്ധയാകർഷിച്ച മറ്റു കാര്യങ്ങൾ. ഭാരതത്തിൽ ഡൽഹി രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വനിതകളായി എന്ന അപൂർവ നേട്ടം ഈ വർഷം കൈവരിച്ചു. BJPയുടെ രേഖ ഗുപ്ത മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ AAPയുടെ മുതിർന്ന നേതാവ് അതിഷി പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഫെബ്രുവരി 1 അമൃതകാൽ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള കേന്ദ്ര ബജറ്റ് അവതരണവും രാഷ്ട്രീയ രംഗത്ത് നിർണായകമായി. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അതിജീവിക മിഷൻ അഥവാ VBG-RAMG എന്ന് മാറ്റി. കൂടാതെ പഹൽഗാമിൽ പാകിസ്ഥാൻ നടത്തിയ പ്രകോപനങ്ങൾക്കും വെടിവെപ്പിനും മറുപടിയായി ഇന്ത്യൻ സൈന്യം നടത്തിയ അതിശക്തമായ പ്രത്യാക്രമണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഇതിനെ തുടർന്ന് അതിർത്തിയിൽ പുതിയ വെടിനിർത്തൽ കരാറുകൾക്ക് ഇരു രാജ്യങ്ങളും നിർബന്ധിതരായി. പ്രതിരോധ മേഖലയിൽ തേജസ് യുദ്ധവിമാനം തകർന്നു വീണത് ആശങ്കയുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ രാജ്ഭവനുകളുടെ പേര് ലോക് ഭവൻ എന്ന് പുനർനാമകരണം ചെയ്തതും ഈ വർഷത്തെ ശ്രദ്ധേയമായ തീരുമാനമാണ്. പ്രതിരോധ ബഹിരാകാശ മേഖലകളിൽ ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ടയുടെ 50ാം വാർഷികം ആചരിച്ചതും തമിഴ്നാട്ടിലെ കുലശേഖര പട്ടണത്ത് ISROയുടെ പുതിയ ലോഞ്ച് പാഡിന് അനുമതി ലഭിച്ചതും ശ്രദ്ധേയമായി. ബഹിരാകാശത്ത് നിന്ന് സുനിത വില്യംസ് വിജയകരമായി മടങ്ങിയെത്തിയതും ശുഭാംശു ശുക്ല ISSൽ എത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനായതും വലിയ നേട്ടമായി. ശ്രീലങ്കയിലെ ഡിറ്റ്വ ചുഴലിക്കാറ്റ് ദുരിതാശ്വാസത്തിനായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സാഗർ ബന്ധു അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം ദൃഢമാക്കി. കായിക രംഗത്ത് രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ പുരുഷ ടീം ICC ചാമ്പ്യൻസ് ട്രോഫി കിരീടം ചൂടിയപ്പോൾ വനിതാ വേൾഡ് കപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായത് രാജ്യത്തിന് ഇരട്ടി മധുരമായി. എന്നാൽ ആധുനിക ക്രിക്കറ്റിലെ ഇതിഹാസം വിരാട് കോഹ്ലി അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് ആരാധകരെ കണ്ണീരിൽ ആഴ്ത്തിയതും ഇതേ വർഷമാണ്. കേരളത്തിലേക്ക് നോക്കിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തത് സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പിന് തുടക്കമായി. തിരുവനന്തപുരം ജില്ലയെ പൂർണ്ണമായും മാലിന്യമുക്ത ജില്ലയായും ധർമ്മടത്തെ സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത മണ്ഡലമായും പ്രഖ്യാപിച്ചു. ഡിസംബറിൽ തിരുവനന്തപുരം ശംഖുമുഖം തീരത്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സാന്നിധ്യത്തിൽ നടന്ന ഇന്ത്യൻ നേവിയുടെ ഓപ്പറേഷൻ ഡെമോൺസ്ട്രേഷൻ ശ്രദ്ധേയമായി. സാഹിത്യ രംഗത്ത് പ്രഭാവർമ്മ ONV പുരസ്കാരത്തിന് അർഹനായപ്പോൾ ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപിള്ളയ്ക്ക് പ്രഖ്യാപിക്കപ്പെട്ടു. ഈ വർഷം കേരളത്തിന് വലിയ നഷ്ടങ്ങളാണ് സംഭവിച്ചത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനും പ്രശസ്ത സാഹിത്യ വിമർശകൻ MK സാനുവും ഒടുവിൽ മലയാള സിനിമയിലെ ആക്ഷേപഹാസ്യത്തിന്റെ തമ്പുരാൻ ശ്രീനിവാസൻ സാറും അന്തരിച്ചതോടെ ഒരു സുവർണ കാലഘട്ടത്തിന് തിരശീല വീണു.